ധനം, കേളി, പ്രിയപ്പെട്ട കുക്കു, അങ്കിൾ ബൺ, കാബിളിവാല ഈ 5 മൂവി വരെ മലയാളം മനസ്സിലാക്കാനും അറിയില്ല. ശരിക്കും പറയാനും അറിയില്ല, മനസ്സിലാക്കാനും അറിയില്ല. മനസ്സിലാക്കാണ്ട് അഭിനയിച്ചാണോ അതൊക്കെ? നമുക്ക് മാമിനെ കുറിച്ച് ഓർക്കുമ്പോഴേ ചീരപ്പൂവുകൾക്ക് പാട്ടാണ് ധനത്തില് നല്ല ഭംഗിയായിട്ട് അതിൽ ലിപ്സിംഗും ചെയ്തിട്ടുണ്ട്. ഹൗ ഡിഡ് യു മാനേജ് ഇറ്റ്? എന്തോ ചെയ്തു. What is your memory of this song? Beautiful flowers are growing, birds are singing എന്നൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് തന്നെയാണോ? ഓക്കെ ഫൈൻ റൈറ്റ്. പിന്നെ ഞാൻ ഇവരെ കണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് സൈറ്റ് അടിക്കണം, അത് ഞാൻ സെഞ്ച്. അത് എല്ലാവരും ചെയ്യൂല. ലാലേട്ടനെ വായിന്നോ? That is very easy. That comes naturally. അത് നാച്ചുറൽ. ഇത് 4 മാറ്റർ தான் சொல்லியாச்சுமா. அது கொண்டாந்து ചീരപ്പൂക്കൾ വന്നത്. വേറെ എനിക്ക് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫീമെയിൽസ് ആക്ഷൻ ചെയ്തിട്ടുള്ള പടമാണ്. ഫുൾ സാരിയൊക്കെ കൊടുത്ത് കാട്ടിനുള്ളിലാണ് ഫൈറ്റ്. ഓ വാവ്. അത് നല്ല കറക്റ്റ് വേഷം, കറക്റ്റ് സ്ഥലം, പോരായിട്ട് ഇത്രയുള്ള ഹീൽസ്. ഓ വാവ്. എങ്ങനെയുണ്ട്? ഇത്രയും ധൈര്യശാലിയായിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടാവൂ. ഇത്രയും പെണ്ണുങ്ങൾ ആക്ഷൻ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കുട്ടി. എല്ലാ മൂവിയിലും ആക്ഷൻ മാത്രം പോലെ നമ്മൾ ഇച്ചിരി റൊമാൻസ്, ഇച്ചിരി അവിഹിതമൊക്കെ വേണ്ടേ? അവിഹിതോ? പറയാം. Talk about Nayanthara, the lady superstar. അന്ന് മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് നയൻതാരയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാമാണ്. ഇപ്പോൾ നാൻസി എന്നാണ് ഞാൻ വിളിക്കും. അപ്പോൾ സിനിമ പേര് നാൻസി ആണ്, സിനിമ പേര് വേറെ ഏതോ. യു ചെക്ക് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇമ്മീഡിയറ്റ്ലി അവളെ ഗജനിയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ശരത് കുമാർ മൂവിയിലേക്ക് കൊണ്ടുചെന്നു. പിന്നെ ഷി കേം ഫോർ രജനി സർസ് മൂവി. ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ ഇന്ന് വി ഹാവ് ടീം രഘുറാം. അപ്പോൾ വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക് ടീം. താങ്ക് യു മാം. എവിടാണ്? ഇടയ്ക്കിടയ്ക്ക് വരും പോവും, ഇടയ്ക്കിടയ്ക്ക് വരും പോവും. ഇതെന്തത്? വാട്ട് ഈസ് ഹാപ്പനിങ്? എൻ്റെ വീട് ചെന്നൈയിലല്ലേ, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കേരളം വരും, തിരിച്ച് ചെന്നൈയിലോട്ട് പോകും. അത് എങ്ങനെ എപ്പോഴും അങ്ങനല്ലേ? അതാ. അതെ, എന്നാലും അങ്ങനെ അല്ലല്ലോ. നമ്മൾ മലയാളത്തിൽ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നിന്ന് ഒരു തുടക്കം ഉണ്ടല്ലോ. ഇവിടെ ഒരുപാട് സിനിമകൾ ചെയ്തതല്ലേ, അപ്പൊ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണ്ടേ? കണ്ടിന്യൂ ചെയ്യണം, പക്ഷേ നമുക്ക് ക്യാരക്ടേഴ്സ് അനുസരിച്ച് നമ്മൾ പോകണം. The thing is, repeated characters I was getting in Malayalam. So which it was so boring for me, frankly. Like see, ഇപ്പോൾ ഒരു സോഫ്റ്റ് ക്യാരക്ടർ ആയിട്ട് തന്നെ പോവാ, ഒരു ഡിഫറൻസ് കിട്ടുന്നില്ല. See, from the beginning what I did was different. First it was ഒരു വിദ്യാഭ്യാസ പെൺകുട്ടി ധനം. പിന്നെ കേളി ഇറ്റ് വാസ് എ എഡ്യൂക്കേറ്റഡ് സ്കൂൾ ടീച്ചർ. തേർഡ് ഇറ്റ് വാസ് എ ടീനേജർ ഹു വാസ് എ വെരി നോട്ടി ടീനേജർ. അങ്കിൾ ബൺ ഐ കമ്മിറ്റ് സൂസൈഡ് ആൻഡ് ഡൈ. ആൻഡ് ദെൻ ഇറ്റ് വാസ് പ്രിയപ്പെട്ട കുക്കു, നോർമലി ഒരു ഓർത്തഡോക്സ് നോർമൽ ഒരു ഫാമിലി ഗേൾ who hated kids and all that. Then it was Kabriwala. So everything gave a difference. Then it became the same old scenario, same all എപ്പോഴും കരച്ചിലും കാര്യങ്ങളും ഇങ്ങനെ തന്നെ scenario. But I got a difference in Tamil. Then I went to Telugu. There also got some. See, actually I'm a good dancer. I didn't get good opportunity of dancing here. But avade vechu tanya nalla dance I've done with Prabhudeva, I've done with Kalaka and everything. So when I see to a movie, I see to my betterment first. So angane varumbo I can't give preference for any language. Yeah, true. ഇപ്പൊ ഫൈനലി എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിലും പ്രോഗ്രാമിൽ വന്നല്ലോ. How did it happen? That is because of the director Shainu Chavakadal. He made it happen. അവരെ വിളിച്ച് ആ കഥ പറഞ്ഞപ്പോൾ ആ ക്യാരക്ടറോടെ യുണീക്നെസ് എനിക്ക് പറഞ്ഞു കൊടുത്തു. ഒരു അമ്മയെ വേഷമായാലും നോട്ട് ദ നോർമൽ അമ്മ, അതിലുള്ള ഡിഫറൻസസ് എന്താണ് പറഞ്ഞു. സോ യു ഗോട്ട് ഇൻട്രസ്റ്റഡ് ടു കം ആൻഡ് ആക്ട് ഇൻ ദറ്റ് ഫിലിം. അല്ല ഇതിക്ക് മുൻപ് തന്നെ ആക്ടഡ് വിത്ത് ഹിം. ദറ്റ് ഈസ് പോയിന്റ് റേഞ്ച്. പോയിന്റ് റേഞ്ചിൽ പൊളിറ്റിക്കൽ അമ്മാവായിരുന്നു, ഒരു പൊളിറ്റീഷ്യൻ ചേർന്ന ഒരു അമ്മയായിരുന്നു. സോ ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ ടു മീ വിച്ച് ഹവ് നോട്ട് ഡൺ. ആൻഡ് ആർ കെ വെല്ലി മേഘമിൽ എ പേഴ്സൺ പുവർ ഹൗസ് വൈഫ് ലൈക്ക് കൈൻഡ്സ്, but the Mohan wants to be an actor. So mother wants him to come to normal life and education, all that stuff. So angane patta oru amme. This is totally different. So when somebody is giving some differences, we like to go in for that. Adana I should tell the director. Then the star cast here. So yenga oorkarar vandirkaru Mr. Adish Bala. Is own like my own brother. Okay. ഒരു കാലത്തിൽ ചാർമില എങ്ങനെ മലയാളം അറിയാതെ വന്നതോ അങ്ങനെയാണ് ഇവർ വന്നിട്ടുള്ളത്. മലയാളം തീരെ അറിയില്ല? തീരെ അറിയില്ല. എന്നെക്കാൾ ബെറ്റർ ആയിട്ട് അറിയും. ഞാൻ വന്നപ്പോൾ ഒന്നും ഒത്തും അറിയില്ല. You don't know Malayalam at all? யாரு? You don't know Malayalam at all? ஒன்றுமே தெரியாது, ஒன்றும் தெரியாது. பேசிக் தான் அறியும், பேசிக் அறியும். அப்போ டைரக்டர் நாங்கள் என் வீட்டில் சார் கதை நான் என்ன போடும்போது எப்படி நான் மலையாளம் எப்படி சார் பேசும் அப்படின்ட்டு, ஏன்னா ஒன்றுமே அறியாது. சித்திரங்கள் மட்டும் கண்டு, மலையாள சித்திரங்கள் மட்டும் கண்டு.
நான் இருக்கேன் ஒன்றும் பயப்படாதுன்னு சொல்லிட்டு அவரு டைரக்டர் தைரியம் கொடுத்து ഇവിടെ വന്നത്. இப்போ நான் கொஞ்சம் கொஞ்சம் மலையாளம் പഠിച്ച് എന്തോരം മലയാളം പഠിച്ചിട്ടുണ്ട്? எந்த மலையாளம் மலையாளம் படிக்கிறது இங்க ஒரு மலையாளம் படிக்குது அங்க பேசியே கேட்கട്ടെ. ஏதோ பேசிட்டு இருக்கு இதான் மலையாளம் எனக்கு என்னையும் கூட കൺഫ്യൂഷൻ ആണ്. இந்த மலையாளம் தான் எனக்கு அந்த மலையாளம் மாறியது. ഈസ് ബെറ്റർ. കാരണം എനിക്ക് ധനം, കേളി, പ്രിയപ്പെട്ട കുക്കു, അങ്കിൾ ബൺ, കാബ്ലിവാല ഈ 5 മൂവി വരെ മലയാളം മനസ്സിലാക്കാനും അറിയില്ല. ശരിക്കും പറയാനും അറിയില്ല, മനസ്സിലാക്കാനും അറിയില്ല. മനസ്സിലാക്കാണ്ട് അഭിനയിച്ചാണോ അതൊക്കെ? എല്ലാം തമിഴിലെ പഠിപ്പിച്ചു കൊടുക്കും, അല്ല ഇംഗ്ലീഷിൽ പറയും. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഇവർ ഫസ്റ്റ് മൂവിലെ തന്നെ ഈ പടത്തിൽ നാനേ മലയാളം പേசி நடிச்சிருக்கு. ப்ராம்ப்ட் இல்லாம டயலாக்லாம் ஒரு பெரிய லென்த் டயலாக்லாம் நானே டயலாக் பேசி நடிச்சிருக்கேன். படிச்சு ஏன்னா அது என்ன பக்கத்தில் கோஆர்டிஸ்ட் கிட்ட கேட்டு அது என்ன டயலாக், என்ன மீனிங், என்ன மாடலேஷன்ஸ் അറിയില്ല. அந்த இதெல்லாம் வந்து ഞാൻ அவங்ககிட்ட கேட்டு ഞാൻ മലയാളം நடிச்சிருக்கேன். ஸோ ப்ராம்ப்ட் இல்லாமல் அதே டயலாக் ஒரு லென்த் டயலாக் ഞാൻ பேசி நடிச்சிருக்கேன். மெயின் திங் இஸ் மலையாளம் படம் எனக்கு ரொம்ப பிடிக்கும், இன்ட்ரெஸ்ட் உண்டு. ஸோ ஒரு ஆர்டிஸ்ட் வந்து எனக்கு ரொம்ப இன்ட்ரெஸ்ட், மலையாள படம் நடிக்கிறது ரொம்ப இன்ட்ரெஸ்ட் உண்டு. ஸோ அதனால் வந்து அந்த இன்ட்ரெஸ்ட்டில் ഞാൻ മലയാള പടം നടിച്ചിരുന്നു. ഒരുപാട് തമിഴ് സിനിമ ഇതുണ്ടല്ലോ, അപ്പോൾ വൈ ഈസ് സോ ലേറ്റ് മലയാളം? ഗോഡ് അങ്ങോട്ട് ഏൽപ്പിച്ച് ஐ பிலீவ் இன் காட். இப்போ ஏன்னா நான் எப்படி எனக்கு சம்மந்தம் டைரக்டருக்கு எனக்கும் பெரிய சம்மந்தமே இல்லை. நான் இவரோட முன்னாடி படம் வந்து 4 ஃப்ரெண்டில் ஹீரோட 4 ஃப்ரெண்டில் ஒருத்தனா பண்ணிடுவேன். ஓகே, ஈ படத்தில் நான் நாயனா பண்ணிடுவேன். அப்போ என்ன எப்படி அது? ஸோ அந்த டேரக்டர் என் மேலே நம்பிக்கை வச்சு வந்திருக்கேன். தமிழ்லையும் நிறைய இப்போ லீட் கேரக்டர்லாம் பண்ணிட்டுருக்கு. லீட் கேரக்டர் செகண்ட் ஹீரோ வில்லன் பண்ணிட்டுருக்கு. இதுக்கு இந்த டேரக்டருக்கு வந்து சம்மந்தமே இல்லை. அவர் ஒரு ஃப்ரெண்டு மூலமாக நடித்து அந்த படத்தில் அதுலேயும் வந்து ஒரு 4 ஃப்ரெண்டு ஒருத்தனை அதான். ஸோ ஐ பிலீவ் இன் காட். நான் எப்பயும் எல்லாத்தையும் சொல்லுவேன், ஐ பிலீவ் மை எஃபர்ட்ஸ் தென் காட். நான் என்னோட உழைப்பை போட்டுட்டு இருக்கோம், அது கடவுள் பார்த்து எப்போ கொடுக்குமோ அப்போ கொடுக்கும். சினிமா தான் என் அச்சன் ஆல்சோ ஆக்டர். அவர் தமிழ் சினிமா ஃபேமஸ் ஆக்டர், 300 படம் பண்ணியிருக்கு. ஆனால் ஒரு பெரிய காமெடி ஆக்டர் ஆகிட்டு வர முடியல. அதுக்கு ஏன் வர முடியலன்னு கொஸ்டின் நோ ஆன்சர். சினிமா இஸ் லைக் தட். நல்ல திறமை இருக்கும், அது நாடகம் மட்டும் நடிச்சிட்டு இருக்கும், சினிமாவில் பெருசாக வராது. கொஞ்சம் ஒரு 40% திறமை இருக்கும், சினிமாவில் வந்துடும். அது எப்படி ஜெயிச்சதுன்னா அதுக்கு நோ ஆன்சர். நோ ஆன்சர். இதுதான் இது സിനിമാ കളിയുടെ ജീവിതം ഇതാണ്. വാട്ട് വിൽ ബി യുവർ ആൻസർ? ഇപ്പോൾ ചോദിച്ചാലേ, അതായത് നമുക്ക് സിനിമയ്ക്ക് ഭയങ്കര പാഷൻ ഉണ്ടാവും, ആക്ടിങ്ങിനോട് പീപ്പിൾ ഹാവ് പാഷൻ, അത് കൂടാണ്ട് ദേ വിൽ ബി ഹാർഡ് വർക്കിംഗ്. ഇത് കൂടാണ്ട് വാട്ട് ഈസ് ദി അതർ ഫാക്ടർ? ലക്ക് ആണോ? വാട്ട് ഈസ് ദി അതർ? റൈറ്റ്, യു കേം ഔട്ട് വിത്ത് ദി ആൻസർ. ലക്ക് ഈസ് ദ ബേസിക് ഫാക്ടർ. In fact, I've seen many people outside, അതായത് നമ്മൾ സ്റ്റുഡിയോന്റെ പുറത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെക്കാളും മറ്റേ കലാകാരനുണ്ട്, പക്ഷെ അവർക്ക് ചാൻസ് കിട്ടുന്നില്ല. അപ്പോൾ കുറേ പേര് ചാൻസ് കിട്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. കുറേ പേര് ക്യാഷ് ഉണ്ട്, സോ ക്യാഷ് ഇട്ടിട്ട് ഇവർ അഭിനയിച്ച് കൊടുക്കാം. സോ അങ്ങനെ ഉള്ളപ്പോൾ ലൈക്ക് സിനിമ ബേസിക്കലി ഇല്ല. A movie has to become a hit to prove who you are. എല്ലാവരും ഇപ്പോൾ we all had mixed team efforts and we are giving good publicity for our movie and we all have no ego clash, nothing. We are all like family. If one person comes up, ഞങ്ങളെ ഒരാൾ രക്ഷപ്പെട്ടാലും ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെടണമെന്ന് ഒന്നുമില്ല. ഇപ്പോൾ ഇവർ രക്ഷപ്പെട്ടാലും ഹീ ഈസ് ഹാപ്പി, ഇവർ രക്ഷപ്പെട്ടാൽ ഐ എം ഹാപ്പി. ഇപ്പോൾ ഇഫ് ഐ എം ദാൻ വി ആർ ഹാപ്പി. ഇങ്ങനെയാണ് ഞങ്ങളുള്ളത്. ആൻഡ് അതുപോലത്തെ ഓഡിയൻസ് ആർ ഗോയിങ് ടു കം ആൻഡ് സീ ദ മൂവി. പക്ഷേ എന്നിട്ടും ലക്ക് ഹാസ് ടു ഫേവർ. കുറേ നല്ല മൂവീസ് വരുന്ന സമയത്ത് കൊറോണ വരുന്നു, കുറേ നല്ല മൂവീസ് വരുന്ന സമയത്ത് മഴ വരും, വെള്ളം വരും. അപ്പോൾ ആ മൂവീസൊക്കെ ഓടണം, ക്ലൈമാറ്റിക് കണ്ടീഷൻ നല്ല ഇറക്കണം, സമയം വർക്ക്ഔട്ട് ആവണം. ദാറ്റ് ഇസ് ദ മെയിൻ. ഇപ്പൊ ഇതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് റിലീസിന് റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. വാട്ട് ഈസ് യുവർ ഫീൽ? രഘുരാമനെ കുറിച്ചിട്ടുള്ള മാമിന്റെ ഒരു ഐഡിയ എന്താണ്? നോ, ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഹിറ്റ്. മൈ ഫീലിംഗ്, ബിക്കോസ് ഇറ്റ്സ് ഒരു ഡിഫറെൻറ്റ് കോമ്പോസിഷനാണ്. അതായത് തമിഴിലുള്ള ആർട്ടിസ്റ്റ് എല്ലാവരും കുറേ കൊല്ലങ്ങളായിട്ട് കണ്ട ആർട്ടിസ്റ്റ്, ഓൾ ദി ഓഡിയൻസ്, ഐ മീൻ ഓൾ ദി സൗത്ത് ഇന്ത്യൻ ഓഡിയൻസ് കണ്ട ആർട്ടിസ്റ്റ് കുറേ പേര് ഇതിൽ അഭിനയിക്കുന്നുണ്ട്. തെലുഗു, മലയാളം, കന്നഡ എല്ലാത്തിലും അഭിനയിച്ച ആർട്ടിസ്റ്റ് ഇത് എല്ലാത്തിലും വരുന്നുണ്ട്. പിന്നെ മലയാളം ആർട്ടിസ്റ്റ് ആർ ഇന്നത്തെ സജീവമായിട്ടുള്ള ആൾമാർദോ, ഇപ്പോൾ നമ്മൾ രമ്യ പോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, അവർ പോലത്തെ இந்த மாதிரி ஆளுங்க. ஸோ இந்த மாதிரி ஆர்டிஸ்ட் எல்லாமே இப்போ they gave a proper mix. ആ കാലത്തെ ആർട്ടിസ്റ്റ്, ഈ കാലത്തെ ആർട്ടിസ്റ്റ് who is wanted and ആ ക്യാരക്ടർ ആര് കറക്റ്റായിട്ട് വരുമോ அந்த மாதிரி they have made a selection of the director is really good. അതായത് ഐ ഫീൽ രഘുരാമൻ വിൽ ബിക്കം എ ഹിറ്റ് ബിക്കോസ് ദ സെലക്ഷൻ ഓഫ് ദ ആർട്ടിസ്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈവൻ ഫോർ സീനിയർ ആർട്ടിസ്റ്റ് ഒക്കെ തമിഴ്, തെലുഗു, മലയാളം, കന്നഡ എല്ലാത്തിലും വർക്ക് ചെയ്ത കുറേ സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് ഫ്രം തമിഴ്, മലയാളം. അതുപോലത്തെ ഇപ്പോൾ റീസെൻറ്റ് ട്രെൻഡിൽ വന്ന ആർട്ടിസ്റ്റ് ഹു ആർ ഓൾ
youngsters from Tamil and Malayalam together. So it's a proper mix. So ഇത് வந்து എല്ലാവരും ഇഷ്ടപ്പെടും ബിക്കോസ് തമിഴ് ആൻഡ് മലയാളമാണ് ആദ്യത്തെ ഗെയിം, നോട്ട് ഈവൻ തെലുഗു. പാൻ ഇന്ത്യ ആയിട്ട് നിങ്ങൾ കൂടുതൽ എയിം ചെയ്യാറില്ല, മെയിൻലി തമിഴ് ആൻഡ് മലയാളം ഇസ് ദ എയിം. ലൈക്ക് ഇതുപോലത്തെ ട്രെയിലറൊക്കെ കാണുമ്പോൾ വി ഗെറ്റ് എ ഫീൽ ഇതിൽ എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്, കുറച്ച് വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്, കുറച്ചധികം ആക്ഷൻ ഉണ്ട്. ഇസ് ദാറ്റ് ഇറ്റ്? ആക്ഷൻ ത്രില്ലർ ആണ്, പക്ഷെ കുറച്ച് ഹൊറർ എലമെന്റ്സും സൂപ്പർ ഇപ്പൊ പറഞ്ഞ പോലെ സൂപ്പർസ്റ്റിഷ്യസ് കുറച്ചുണ്ട്. പക്ഷേ ബേസിക്കലി ഇതൊരു ആക്ഷൻ ത്രില്ലർ ആണ്, പക്ഷേ അത് ഒരു പ്രോപ്പർ മിക്സ് ആയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വിത്ത് ഹൊറർ എന്ന് വെച്ചാൽ മറ്റേ പ്രേതപ്പടം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഹൊറർ എലമെന്റ്സ് കുറച്ചുണ്ട്. അത് കാണുമ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സസ്പെൻസ് ആണ്. ട്രെയിലർ തൊട്ട് 6-ാം തീയതി നിങ്ങൾ തിയേറ്റർ വന്ന് കാണുന്നവരെ സസ്പെൻസാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഒന്നും പറയാറില്ല. പക്ഷെ ഇതിലിപ്പോ കേട്ട ഒരു പ്രത്യേകത, രഘുറാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മലയാളത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഫീമെയിൽസ് ആക്ഷൻ ചെയ്തിട്ടുള്ള പടമാണ് അല്ലെ? ഇവരൊക്കെ ആക്ഷൻ ചെയ്ത ആൾക്കാരാ. രമ്യ എപ്പടി ഇരുന്നത്? നല്ല ഇരുന്നത്, നല്ലതാ എക്സ്പീരിയൻസ്. മാമിന് ആക്ഷൻ ഉണ്ടോ? ഇല്ല. ഉണ്ട്. പിന്നെ അത് മാത്രമേ ഉള്ളൂ എനിക്ക്. ഞാൻ വന്നത് തന്നെ ഞാൻ ചോദിച്ചു, ഞാൻ വാടക ഗുണ്ടയാണോ എന്ന് ചോദിച്ചു. വന്ന സമയം മുതൽ ഫൈറ്റാ, ഫുൾ ഫൈറ്റ് സീനാ. പിന്നെ ഫുൾ സാരിയൊക്കെ കൊടുത്ത് കാട്ടിനുള്ളിലാണ് ഫൈറ്റ്. അത് നല്ല വേഷം, കറക്റ്റ് സ്ഥലം, പോരായിട്ട് ഇത്രയുള്ള ഹീൽസ്. എങ്ങനെയുണ്ട്? ഇത്രയും ധൈര്യശാലിയായിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നോട് സൈനു സാറ് പറയും, രമ്യ നമ്മളിങ്ങനെ കാട്ടിക്കൂടെ വരുന്ന ഫസ്റ്റ് എൻ്റെ ഒരു എൻട്രി എടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ലുക്കിൽ വരണം. ഞാൻ നോക്കിയപ്പോൾ ഫുള്ള് മറ്റേ കല്ലും ഇതുമൊക്കെ കിടക്കും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫുള്ള് എന്താ പറയുക, ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ, ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സാരിയൊക്കെ ഉടുത്തിട്ട് നമ്മൾ സാധാരണ സാരി കൊടുത്ത് നമ്മൾ ഭയങ്കര അതിലായിരിക്കുമല്ലോ ശ്രദ്ധ. ഫൈറ്റ് തുടങ്ങിയപ്പോൾ ഒരു ശ്രദ്ധയുമില്ല. എന്നെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചേട്ടന്മാരാ പേടിച്ച് നിൽക്കുന്നത്. ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോഴേ എന്നിട്ട് ഒരു ചേട്ടൻ ഒരു സീനാട്ടോ, ഫൈറ്റ് ചെയ്ത് പുള്ളി വീണു, മരിച്ചു. അവിടെ കട്ട് പറഞ്ഞിട്ട് പുള്ളി ഇരുന്ന് ഇങ്ങനെ ആ മരണത്തിന്റെ ഇത് കാണിച്ചിട്ട് അവിടെ കട്ട് പറഞ്ഞു. ഞാൻ വിചാരിച്ചിട്ട് യഥാർത്ഥത്തിൽ വല്ലതും പറ്റിയോ, എന്ത് പറ്റി ചേട്ടാ? പുള്ളി നമ്മൾ ചേട്ടാ എന്ത് പറ്റി കട്ട് പറഞ്ഞപ്പോ അതുപോലെ മോളെ കണ്ടപ്പോ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, തലയ്ക്ക് എവിടെയെങ്കിലൊക്കെ അടി കിട്ടുമോ എന്നൊക്കെ പേടിച്ചു. നമ്മൾ പേടിച്ചിട്ടാണ്. ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ടൈമിംഗ് ഒക്കെ ഓക്കെ ഇല്ല, ഞാൻ പറയില്ല, ഞാൻ വേറെ മൂവീസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അതെ, എനിക്ക് ആ ഒരു ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫൈറ്റ് സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സാരി ഉടുത്ത് ഇല്ലല്ല ഫൈറ്റ് ഇവങ്ങൾക്ക് ഇഷ്ടം, ആപ്പോസിറ്റ് കഷ്ടം. കിട്ടിയായിരുന്നോ? ഇല്ല, കിട്ടിയില്ല. രക്ഷപ്പെട്ടു, നീ രക്ഷപ്പെട്ടു. ബ്രദർ സിസ്റ്റർ ആണ് ചിത്രത്തിൽ, അവർ തമ്മിൽ ഫൈറ്റ് ആണ് വരുന്നത്. പക്ഷേ ഇവര് സെക്കൻഡ് ഹീറോ ഈ മൂവിലെ തന്നെ ഫൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുറച്ച് പോർഷൻ ഉണ്ട്. ഈ സ്ത്രീ രത്നങ്ങളുടെ കൂടെ താങ്കളും ഫൈറ്റ് ചെയ്ത് ഇല്ല, ഞാൻ ആ ഒരു സ്റ്റോറി ലൈനിൽ നോക്കുമ്പോൾ ഞാൻ ആ ഒരു പോർഷനിലല്ല. പക്ഷെ കുറച്ച് 2 സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ സ്ത്രീകളെ ആരും ഞാൻ ചവിട്ടിയിട്ടില്ല, തൊട്ടിട്ടില്ല. വേറെ കാലത്ത് ഞാൻ വേറെ സ്ഥലത്താണ്. ഓ, ഇത് പല പല കാലഘട്ടമാണോ? അങ്ങനെയല്ല, എന്തോ പറഞ്ഞു വന്നു. ഇല്ല, ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു യങ്സ്റ്റർ. ഇത് നമുക്ക് ഒത്തിരി ഓഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും യങ്സ്റ്റർ ഓഡിയൻസ് വരാനായിട്ട് യങ്സ്റ്റർ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ മൂവിയിൽ. അപ്പൊ ആ ഗ്രൂപ്പിലാണ് ഞാൻ. ഇവരൊക്കെ ഗുണ്ടകളാണ്. ഞാൻ വാടക ഗുണ്ട. സാരി ഉടുത്ത ഗുണ്ടയാണ് ചേച്ചി. സാരി ഉടുത്ത ഗുണ്ട പുറത്തുനിന്ന് ഇറക്കി. ഇവരൊക്കെ അഡിറ്ററി പാർട്ടീസ് ആണ്, പക്ഷെ അവർക്ക് സ്നേഹിക്കാൻ മോഹിക്കാൻ മാത്രം അറിവുള്ളവരൊക്കെ. ഇത്രയും പെണ്ണുങ്ങൾ ആക്ഷൻ ചെയ്യുമ്പോഴൊക്കെ കണ്ടുകൊണ്ടിരുന്ന കുട്ടി. പക്ഷെ അത് വേറൊരു കാര്യമുണ്ട്, ഇവരെല്ലാം ആക്ഷൻ ചെയ്യുമ്പോൾ ഞാനിവിടെ എന്താ പറയാ സ്നേഹിച്ച് ഒരു അങ്ങനെയാണോ? അല്ല, എന്റെ കപ്പിള് വേറെയാണ്. എല്ലാ മൂവിലും ആക്ഷൻ മാത്രം പോലെ നമ്മൾ ഇച്ചിരി ഒരു റൊമാൻസും ഇച്ചിരി അവിഹിതൊക്കെ വേണ്ടേ? അതല്ലാണ്ട് എന്താ മൂവി സിനിമ ഇപ്പൊ ഒരു മിക്സ് ആണെന്ന് മനസ്സിലായി. എല്ലാത്തിനും
നൈസ്. എങ്ങനെയാ ഇപ്പൊ സിനിമയിലേക്ക് വന്നേ? ആക്ച്വലി ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ്. സൈനു സാറിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നികേഷ് ഏട്ടൻ. ആള് മൂവിയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. നികേഷ് ഏട്ടൻ ത്രൂ ആണ് വന്നത്. പക്ഷേ എൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ്. ബട്ട് റിലീസ് ചെയ്തത് കണിമംഗലാണ് ഫസ്റ്റ്. ഇത് മാത്രം ഞാൻ ഇത് ആയിരുന്നു ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് നിന്നത്. യെസ്, കണിമംഗലാണ് ഇപ്പൊ റീസെന്റ് റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു സോങ് ഇപ്പൊ ഔട്ട് ആയിട്ടുണ്ട്. ഇതിന്റെ എൻ്റെ ഒരു സോങ് ഇപ്പോൾ ഓൾറെഡി ഔട്ടായിട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലെല്ലാം അത്യാവശ്യം കയറി പോയിട്ടുണ്ട്. യെസ് ഉണ്ട്. എൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു എനിക്ക് കുറച്ച് റീച്ച് കിട്ടിയൊരു സോങ് ആണത്. ബാക്കിയെല്ലാം 6th എന്താ പറയാ നമ്മള് തിയേറ്ററിൽ ബാക്കി പറയാം. അതെ, കണ്ടിട്ട് നല്ല പേടിയുണ്ട് കേട്ടോ. പറഞ്ഞ എന്തെങ്കിലും ഔട്ടായി ഇടയ്ക്ക് പുറകോട്ടൊന്ന് വലിയുന്നത് വർത്താനം. എന്താണെന്നറിയോ, പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ആക്ച്വലി എനിക്ക് ഈ മൂവിയുടെ ഫുൾ സ്റ്റോറി അറിയില്ല. എനിക്ക് എൻ്റെ ഒരു പോർഷൻ ആ ഒരു സൈഡ് മാത്രം അല്ല, ഞാൻ അത് മാത്രമേ എനിക്ക് ആക്ച്വലി അറിയത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്നിച്ചല്ല ഉണ്ടായിരുന്നത് എല്ലാവരും. ഞാൻ ഇവരെ കൂടെ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇവരുടെ പല ഇതും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഈ ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുമ്പോഴാണ് ഇവരുടെ ഈ ആക്ഷനും എല്ലാം ഈ ഒരു സാരി ഫൈറ്റ് കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി തിയേറ്റർ കാണണം. യെസ്, അത് ഞാൻ ആക്ച്വലി ഞാൻ കണ്ടില്ല. ഞാൻ എൻ്റെ ഒരു പോർഷൻ്റെ ഇത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നത്. ബാക്കി ഇതേമാതിരി നിങ്ങളെ പോലെ തന്നെ എന്താണ്. യെസ്, ഞാനും വെയിറ്റ് ചെയ്യാണ് 6th വേണ്ടിയിട്ട്. How are you on board on this? ഞാൻ ആക്ച്വലി വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഡാൻസ് കളിക്കും. അപ്പോൾ ഡാൻസ് കണ്ടിട്ട് എനിക്ക് ഒരു ആഡിൽ വിളിച്ചായിരുന്നു. അപ്പോൾ ആഡ് വെച്ചാണ് ഞാൻ സൈനു ചാവക്കാടൻ ഡയറക്ടറിനെ കാണുന്നത്. അപ്പോൾ ഇക്ക വന്നിട്ട് പറഞ്ഞു എന്താ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുണ്ട്, പിന്നെ ചെറിയ പോലെ ഓഡിഷൻ ചെയ്തു, പിന്നെ ഇക്കയുടെ ഒരു ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ആഡ് ചെയ്തു, പിന്നെ 7ാം ക്ലാസ്സിൽ എന്തോ ഡ്രാമയൊക്കെ ചെയ്തൊക്കെ ഉള്ളൂ. പണ്ട് കൗണ്ടില്ല, അതുകൊണ്ട് എനിക്കറിയാം അത് വേറെ. അപ്പോഴത്തേക്കും ഇക്ക ക്ലാസ് വന്നു. അപ്പോഴത്തേക്കും കുറേയൊക്കെ ക്ലിയർ ആയി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ചെയ്തതാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ വന്നാലും ടീം ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പേടിക്കേണ്ട, എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നില്ല. ഇല്ലില്ല. ഇപ്പോൾ എനിക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഞാനും സാറും കൂടെ സംസാരിക്കുന്ന ആദ്യമൊക്കെ എനിക്ക് തമിഴ് അറിയില്ല, കുറച്ചൊക്കെ അറിയാം. ഇപ്പൊ അറിയാം സാറിനോടൊക്കെ സംസാരിച്ച്. ആദ്യമൊക്കെ ആക്ഷനൊക്കെ വെച്ചാൽ കുറച്ച് സംസാരിച്ചോണ്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. നിന്നോട് സംസാരിച്ചിട്ടാണ് സാറ് മലയാളം പഠിച്ചത്. எல்லாத்தையும் படிச்சுதான் எல்லாருமே. ஆனா நான் என்ன ஒரு பியூட்டினா, நான் ஏன்னா இங்க சொல்லிச்சு நான் மலையாளம் கத்துக்கணும்னு படிக்கணும்னு நான் ஆசைப்பட்டது. இவங்க தமிழ் படிக்கணும்னு ஆசைப்பட்டது. இப்படி போயிடுச்சு. நான் கடைசி வரைக்கும் மலையாளம் குறைச்சி அறியும், அவங்க தமிழ் குறைச்சி அறியும். മനസ്സിലായോ? സാറിന് മലയാളം പഠിക്കണം എന്ന് വിചാരിച്ച് നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ തമിഴ് പഠിക്കാൻ സാറിനോട്. നിങ്ങൾ രണ്ടാളും കുറച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിപ്പോയി, അത്രേ ഉള്ളൂ. ஷூட்டிங் ஸ்பாட் வந்து ஒரு ஃபேமிலி மாதிரி தான் இருக்கும். எல்லாமே எல்லாம் சொல்லல, எல்லாம் ஒரு 2 நாள் 3 நாள் வந்துட்டு போகும். இதில் அப்படி இல்லை, குறைஞ்ச ஷூட்டிங் ஸ்பாட் தான் 4-5 நாள் இங்கே தான் இருக்கும். ஸோ அந்த மாதிரி எல்லாமே ஷூட்டிங் ஸ்பாட் எல்லாமே ஃபேமிலி மாதிரி இருக்கும். ஒரு ஃபேமிலி டூர், பிக்னிக். ஏன்னா லொக்கேஷன்ஸ் எல்லாம் ஃபாரஸ்ட்டில் உண்டு, ஒரு பக்கத்துலேயே ஆறு உண்டு, ஃபாரஸ்ட் உண்டு, எல்லாம் அப்படி தான் இருக்கும். அந்த மாதிரி டைரக்டர் வெரி சாஃப்ட் கேர் டைரக்டர். ரொம்ப வந்து மிரட்டி ஸ்கோல் பண்ணிலாம் வந்து இது பண்ணாது. ஸோ அவங்க என்ன வேணும், அப்புறம் டயட் என்ன வேணும் கொஞ்சம் பறஞ்சு அப்புறம் 3 எப்பி அந்த ஆர்டிஸ்ட்னு வாங்குவாங்க. ஸோ எல்லாருமே கம்ஃபர்டபுளாக இருந்து ஆக்ட் பண்ணிச்சு. ஸோ அதனால் எதுவுமே எல்லாம் இம்ப்ரூவேஷன் பண்ணி என்னால் வந்து இம்ப்ரூவேஷன் பண்ண முடியுது. நான் ஒரு டைலாக் சொல்லும்போது அந்த சார் நான் இது பண்ணலாமா எனக்கு தெரியும், சஜஷன் கொடுக்கும். அப்போது அந்த சிச்சுவேஷன் வந்து டேரக்ட் மட்டும் தான் அறியும். அப்போது இது பண்ணு சொல்லிட்டா பண்ணுவோம், இல்லை இந்த சீன் வேண்டாம் அப்படின்னு சொல்கிறோம். ஸோ அந்தளவுக்கு வந்து டேரக்டர் வந்து ரொம்ப கம்ஃபர்ட்டாக இருக்குது. எனக்கு மட்டும் இல்லை, எல்லா ஆர்டிஸ்ட்டுக்குமே அந்த ஒரு கம்ஃபர்ட் ஜோன் இருக்குது. ஸோ அதனால் எல்லாருமே நீங்கள் படத்தில் கண்டீங்க, சில படங்களை பார்க்கும்போது மெயின் ஆர்டிஸ்ட் நல்லா பண்ணும், சப்போர்ட்டிங் ஆர்டிஸ்ட் வந்து அவ்வளோ பெர்ஃபார்மன்ஸ் பண்ணாது. இதில் அப்படி கிடையாது, எல்லா ஆர்டிஸ்ட்டுமே நல்லா பண்ணும். படத்தில் அது ஒரு பியூட்டி. எல்லா ஆர்டிஸ்ட்டுமே டெடிகேஷனாக பண்ணும், எல்லா ஆர்டிஸ்ட்டுமே சப்போர்ட்டிங் நல்லா பண்ணும். அப்போ எனக்கு வந்து தமிழ் மலையாளம்லாம் டிஃப்ரென்ஸ் இல்லை. எனக்கு தமிழ் படம் பண்ண மாதிரி தான் இது பண்ணிச்சு. ഇനിയിപ്പോൾ മലയാളം പടം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ? எனக்கு நிறைய கான்ஃபிடன்ஸ் இருக்குது. நான் நெக்ஸ்ட் மலையாளம் ட்ரை பண்ணிட்டு இருக்கேன். நான் டெஃபினட்டாக பண்ணணும். ഗുഡ് ജോബ് ഗൈസ്. நெக்ஸ்ட் நம்ம കോൺഫിഡൻസ് இவங்க கூட நெக்ஸ்ட் படம் பண்ணும். മാമിനോടല്ല, നിങ്ങൾക്ക് മൂന്നാൾക്ക് ഒരു തമിഴ് സിനിമ വന്നാൽ അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? പിന്നെ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു തമിഴ് മൂവിക്ക് സൈൻ ചെയ്തു. തമിഴ് മലയാളം ഒന്നും ഡിഫറൻസ് ഇല്ല. ബട്ട് എനിക്ക് തമിഴ് അറിയില്ല. തമിഴ് മലയാളം ഒരു കൺഫ്യൂഷൻ ഈസി ആയിട്ടുണ്ട് തമിഴ് മലയാളം. അത് ശരിയാണ്, അതിപ്പോ രണ്ടും ഒരേപോലെയാണല്ലോ. നമുക്ക് അത് മനസ്സിലാവും, നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. அது ஒன்றும் குழப்பம் இல்லை. அண்ணன் தம்பி மாறினாமா? எஸ், அவ்வளோதான்.
நம்ம வந்து ரொம்ப ஒரு பிரதர்ஹுட் அந்த மாதிரி தான் இந்த தமிழ் மலையாளம். அதனால் தேசமும் சரி நாடும் சரி எல்லாமே ஒன்றும் பெரிய குழப்பம் இல்லை, லாங்குவேஜும் ஒன்றும் குழப்பம் இல்லை, சேம். ஃபுட்டு தான் கொஞ்சம் குழப்பம், அது கொஞ்சம் பெரிய பெரிய மோட்டார் ரைஸ் உண்டு. ஆமா, அது ஒரு பெரிய குழப்பம். அவருக்கு பெரிய ரைஸ் இஷ்டம். நாங்கள் சின்ன அரிசி சாப்பிட்டு நீங்கள் இவ்வளோ பெரிய அரிசி சாப்பிடுவோம். நான் தான் சொன்னேன், நான் சாம்பார் ஊற்றும் போது ரைஸ் அங்கே இருக்கும், சாம்பார் அடி போயிடும் இல்லை, அதை நான் தேடி கண்டுபிடிச்சி சாப்பிட்டு அந்த மாதிரி அது கொஞ்சம் கஷ்டமாக இருக்கும். அப்புறம் பழகிடுச்சு. அப்போ வந்து அப்பம் கடலைக்கறி சிக்கன் இதெல்லாம் வச்சு மேனேஜ் பண்ணி அப்படி ஓடிடுச்சு. அப்புறம் இப்போ ஐ எம் வெரி ഇൻട്രസ്റ്റഡ് ഇൻ കേരള ഫുഡ്. വിശക്കണുണ്ടല്ലേ? വിശക്കണില്ലേ? പക്ഷെ ഞാൻ വേറെ ഏതോ ലോകത്ത് പോയി. അതെ, ഞാൻ നോക്കിയപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. പോയി തിരിച്ചു വന്നു. അപ്പം കടല ദോശ. അപ്പം കടല ദോശ. ஓ, நீ அங்க ஃபுட்டுக்கே போயிடுச்சா? சரி ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല സാർ. കഴിച്ചില്ല. அதுதான் உங்க ப்ராப்ளம். ഫേസിൽ തന്നെ ഉണ്ട്. உங்க ப்ராப்ளம் அது. ஏன்னா நீங்க ஃபுட் കഴിച്ചില്ലല്ല, நான் ஃபுட்னு சொல்லும்போது நீ അവിടെ പോകും. പക്ഷെ ഒരു നായകനിരുന്ന് ഇത്രയും ചോറിനെ പറ്റി വിവരിക്കുന്നതിന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഭയങ്കര ദയനീയമായിട്ടേ ചോറ് കഴിക്കാനുള്ള ഒരു അത് എൻ്റെ മോനായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കോൺഫിഡൻസ്. കാരണം ഞാൻ അമ്മയെപ്പെട്ട കഷ്ടം ആ കാലത്ത് പയ്യൻ ഇപ്പോൾ പഠനമുണ്ട്. അതാണ് അമ്മ ആദ്യം മലയാള സിനിമയിലേക്ക് വന്നപ്പോൾ അമ്മയുടെ കഷ്ടങ്ങൾ കുറെ കഷ്ടപ്പെട്ടു. കുറച്ച് മോനെ അനുഭവിക്കട്ടെ എന്നല്ലേ. അപ്പോൾ അമ്മയെ പറയാൻ മടിച്ചു. മോനോ ഇന്നത്തെ ജനറേഷനല്ലേ, അവൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞതാ. ഇത് ഒരു കഷ്ടപ്പാടില്ലാണ്ട് ഒരു റിസൾട്ട് കിട്ടില്ല സർ, അല്ലേ? അല്ലേ മാം? കഷ്ടപ്പാട് വേണം. യു ഷുഡ് വർക്ക് റിയലി ഹാർഡ്. ഇല്ല, അതല്ല ഇവർ പറയാൻ വരുന്നത്, നിങ്ങളുടെ ഫുഡ് ഡിഫറൻസസ്, ഓയിൽ ഡിഫറൻസ് ഉണ്ട്. അതെനിക്ക് മനസ്സിലായി. പോയാൽ മതി. നമുക്ക് വെച്ച് കഴിഞ്ഞാൽ when I and all came, the producers were making us very comfortable food level and everything. So like അതുകൊണ്ടാണ് we were working here. Shaheen also makes everything okay, but he was trying to get himself along with the Malayali food. He wanted to try. Yes, எனக்கு அதான் difference. ஆனா நல்ல டேஸ்ட் ஆயிட்டு எல்லாமே நல்ல டேஸ்ட் ஆயிட்டு. அது எனக்கு அதுக்கு அந்த கோப்பப் பண்ண 1 or 2 days எடுக்கும். அப்புறம் அப்புறம் சோறு எடுத்து சாம்பார் மிக்ஸ் பண்ணி அப்படி சாப்பிட ஆரம்பிச்சிச்சு. അതൊരു നമുക്കൊരു കാര്യം ചെയ്യാം. സാറിന്റെ അടുത്ത സിനിമ തൊട്ട് പ്രൊഡ്യൂസറുടെ അടുത്ത് സ്പെഷ്യലി പറയാം, ചോറ് ഒന്നും കൂടി ഒരു 2 വിസിൽ കുക്കറിൽ இல்ல வேணாம், எனக்கு இல்ல எனக்கு இது பழகி போச்சு. இப்போ அந்த சோறு வேண்டாம் எனக்கு. വേണ്ടേ? வேண்டாம் எனக்கு. இப்போ கேரளா ஆத்தென்டிக் கேரளா ஃபுட் இஸ் எனஃப். സാർ അവിടെ കുത്തരിച്ചോറൊന്നും ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. எனக்கு இன்னும் வேக வச்சு அந்த ஃபுட். இப்போ இதுதான் ஆக்சுவலி நல்லா இருக்குது ஆக்சுவலாக. ஸோ அதனால் இதெல்லாம் ஒரு ஆர்டிஸ்ட்டுக்கு இதெல்லாம் பிரச்சனையே இல்லை. இப்போ இங்கே போய் தெலுங்கு போகுது, அங்கே காரம் அதிகம் உண்டு, அதுக்குன்னு அங்கே குறைச்சி காரம் உண்டு. அவ்வளோ அங்கே போவோம், அப்படி போவோம். நார்த் சைடில் போகும்போது ஃபுட்டு கிடைக்காது, சப்பாத்தி ரொட்டி தான் சாப்பிடுவோம். ஸோ அது ஒன்றும் குழப்பம் இல்லை. பட் அக்காமடேட் பண்ணிக்கலாம். அந்த டைம் 1 or 2 days டைம் எடுக்கும். மற்றபடி எனக்கு அது இல்லாமல் மலையாள இண்டஸ்ட்ரீஸ் எனக்கு ரொம்ப பிடிச்ச ஃபீல்டு. ஏன்னா டிஃப்ரெண்ட் நான் நிறைய இன்டர்வியூஸில் சொல்லுவேன், டிஃப்ரெண்ட் ஸ்டோரிஸ். நான் ஒரு கலைஞனா ஒரு படம் பார்க்கும்போது நிறைய படம் பார்க்கும் நான் மலையாளத்தில். இப்போ ரீசெண்டாக நிவின் பாலி மூவி ஒன்று பார்த்து, சர்வம். ஐயோ லவ்லி மூவி அது. நான் அப்படி ரசித்து பார்க்கும் மலையாள மூவி. அது மாதிரி முன்னாடி ஹிருதயபூர்வம் மோகன்லால் மூவி கண்டு. ஸோ லொக்கேஷன் இங்கே வந்தாலும் ஏதோ ஒரு படம் கண்டு. ஸோ ஏன்னா அங்கே அப்போ பார்க்கும்போது ஒரு கலைஞனா ஒரு நடிகனா டிஃப்ரெண்ட் ஸ்டோரி பார்க்கும்போது இந்த கேரக்டர் ஞான் பண்ணால் எப்படி இருக்கும், இந்த கேரக்டர் ஞான் பண்ணால் அப்படி யோசிக்கும். ஸோ எனக்கு அந்த மாதிரி ஒரு டிஃப்ரெண்ட் ஜேர்னல்ஸ் மலையாளத்தில் நிறைய இருக்குது. ஒரு மூவி பார்க்கும்போது அவ்வளோ மலையாள மூவிஸ் இருக்குது. இந்த பாபநாசன் கமல் சார் பண்ணவர். ஸோ அது மாதிரிலாம் ஒவ்வொரு மூவிஸ் அவங்க எல்லாமே சூப்பராக இருக்கும் மலையாளத்தில். நான் அந்த இஷ்டப்பட்ட இண்டஸ்ட்ரிக்கு நான் வந்திருக்கிறது நான் பெருமையாக இருக்குது, சந்தோஷப்படுது. ஏன்னா இப்படி ஒரு ஆர்டிஸ்ட்லாம் கேட்டால் ரொம்ப சந்தோஷமாக இருக்குது. கடவுள் இது எனக்கு லேட் இல்லை, இனிமேல் தான் மை இன்னிங்ஸ். திஸ் இஸ் மை இன்னிங்ஸ். ஃப்ரம் இங்கிருந்து தான் எனக்கு இன்னிங்ஸ் ஆரம்பிக்குது. ஸோ அதனால் அந்த கான்ஃபிடன்ஸ் நான் உண்டு. டெஃபினட்டாக மலையாளம் நல்ல கதை கேட்டுட்ருக்கு. நெக்ஸ்ட்டு மூவி பண்ணணும். நெக்ஸ்ட் எப்படி இங்கே ஒரு 3-4 மூவி மலையாளத்தில் பண்ணும் ചെയ്യാം സാർ. നമുക്ക് ഇതുപോലെ நீங்களாம் ஆதரவு கொடுக்கணும். உங்க எல்லாம் நீங்கள் ஆதரவு, நீங்கள் சப்போர்ட் தான் இந்த கலைஞன் இங்கே மலையாளத்தில் കഥാസ്തു. ഭയങ്കര റിസ്കിയാണ് ഒരു ഷോട്ട് പണിയാச்சு. അത് ഞാൻ ரொம்ப അത്ഭുതത്തിലായി. എത്രയോ റിസ്കി ഷോട്ട്സ് സ്റ്റണ്ട് ഗിൻറ്റെല്ലാം பார்த்துருக்கேன். ஆனால் ഇത് அதை விட ഒരു പേടിയാകാൻ ഒരു സംഭവം. ഈ കട്ടം ഇട്ടിട്ട് ഇങ്ങനെ നെരുപ്പ് പറ്റ വെച്ചിട്ട് ഇത് പൊടിയൊക്കെ ഇടുവല്ലേ, ഈ മറ്റേ മന്ത്രമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ആ ഷോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മന്ത്രം പറഞ്ഞ് ഈ ഇത് കത്തിച്ച് ഇതിൽ പൗഡർ എരിഞ്ഞു കൊണ്ടിരിക്കണം. അപ്പോൾ അത് പൗഡർ എറിയുന്ന സ്ഥലത്ത് ഫേസിലോട്ട് വരും ആ ഫയർ. അത് വെച്ച് വളരെ തൊട്ടടുത്ത് ഇവർ ഇരുന്നതാണ് ആ മറ്റേ ഇതിൽ. പക്ഷേ ഹി വാസ് ഡൂയിങ് ഇറ്റ് റൈറ്റ് റോയലി. ഒരാൾ എന്തെങ്കിലും ഒരു ഷോട്ടിലെങ്കിലും കണ്ണടയ്ക്കും. ലോങ് ഷോട്ടാണത്, ഫുൾ റൗണ്ട് ട്രോളി. ഇപ്പോൾ ഇവിടെ നിന്ന് അവിടെ പോയി ഇവിടെ വരണം, ഇങ്ങനെ പോകണം. അപ്പോൾ അങ്ങനെ പോകുന്ന സ്ഥിതിക്ക് ടോട്ടൽ കണ്ണ് സിമിത്താതെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ദാറ്റ് ഇസ് വെരി ഗ്രേറ്റ് തിങ്. ഇച്ചിരി പോലും കണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ ദേഹത്തിൽ പോയിട്ടുണ്ടെങ്കിൽ
വലിய குழப்பமாயிருக்கு. അതെ. ஆ ஷார்ட் முடிஞ்செങ്കിൽ நான் பார்க்கும்போது அந்த பவுடர்லாம் என் மேலே இருக்குது. கொஞ்சம் மிஸ்பிளேஸ் ஆகி அந்த ஃபயர் வந்து இங்கே இருந்துச்சுன்னா டோட்டல் போய்க்கும். ஏன்னா அந்த பவுடர் தான் வந்து அந்த ஃபயர் அதிகமாக வருது. அந்த போட்ட ஃபயர் வந்து பவுடர் வந்து இங்கேயும் என் மேலேலாம் இருக்குது. ஸோ காட்ஸ் கிரேஸ் ஒன்லி. அது இல்லாமல் நம்ம சினிமா அனுபவது அந்த டெடிக்கேஷன்ஸ் உள்ளே போய்டும். அது எனக்கு நான் கடவுள் சினிமா தான் சினிமா கடவுளாக பார்க்கும். எது நடந்தெങ്കിൽ சினிமாவில் போகும் அப்படி நினச்சி பண்ணுவேன். அதனால் அக்கா பார்த்துட்டு எல்லாரும் ஷார்ட் முடிஞ்ச போது அக்கா சொல்லுது எப்படி நாங்கள் பயந்துட்டு இருந்தது அப்படின்னு. ഉണ്മയിലെ ഞങ്ങൾ ഇവിടെ നിന്ന് കാണുക ഇത് അപ്പം ഞങ്ങൾക്ക് പേടി ഞങ്ങളുടെ മൂലത്ത് ഫയർ വരും ഞങ്ങളെല്ലാം പേടിയോടെ ഇരിക്കാം അതെല്ലാം പട്ടു സാരി വേറെ அப்படி இருக்கும்போது പട്ടു സാരിയെങ്കിൽ ഇമ്മീഡിയറ്റ് പിടിക്കും. അതുകൊണ്ട് നമുക്ക് അതൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് മാമിനെ കുറിച്ച് ഓർക്കുമ്പോഴേ ഏറ്റവും അതായത് ഇത്രയും സിനിമകൾ മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഓർമ്മ വരുന്ന മറ്റേ ചീരപ്പൂവുകൾക്ക് പാട്ടാണ് ദഹനത്തില്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. നല്ല ഭംഗിയായിട്ട് അതിൽ ലിപ്സിംഗും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറയുമ്പോൾ ഞാൻ അറിയണു മലയാളം എന്ന് പറയുന്ന സാധനം മനസ്സിലാവേ ഇല്ലായിരുന്നു. സംസാരിക്കുന്നത് ഇസ് ഓക്കെ, കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കി ചെയ്യാം. പക്ഷെ പാട്ടുകൾ അങ്ങനെയല്ലോ, പ്രത്യേകിച്ച് പഴയ പാട്ടുകൾ കുറേയും കൂടെ പോയറ്റിക് ആണ്. ഹൗ ഡിഡ് യു മാനേജ് ഇറ്റ്? എന്തോ ചെയ്തു. വാട്ട് ഈസ് യുവർ മെമ്മറി ഓഫ് ദിസ് സോങ്? This Jose Thomas sir was associated. He said, beautiful flowers are growing, birds are singing. Okay, ഒന്ന് പറഞ്ഞു. ഇത് തന്നെയാണോ? ഓക്കെ ഫൈൻ റൈറ്റ്. അപ്പോൾ ആ കണ്ണുക്കുട്ടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതിനെക്കുറിച്ച് എൻ്റെ ലിറിക്സ് വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇവരെ കണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് സൈറ്റ് അടിക്കണം, അത് ഞാൻ സെഞ്ച്. അത് എല്ലാവരും ചെയ്യൂലേ, സൈറ്റ് അടിക്കുന്നത് വായി നോക്കണം അല്ലേ? അത്ര വന്നു. ലാലേട്ടനെ വായി നോക്കണം. That is very easy. That comes naturally. அது நேச்சுரல். இது 4 மேட்டர் தான் சொல்லியாச்சுமா. அது கொண்டாந்து ചീരപ്പൂക്കൾ വന്നത് വേറെ എനിക്ക് മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ അതിൽ ലിപ്സിംഗ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലിപ് സിങ്കിങ് ആണ് നമ്മൾ നോക്കിയത്. പിന്നെ നമ്മൾ ആ കാലത്ത് ഇങ്ങനെയല്ലേ പാടുള്ളൂ, അത് ഞാൻ ചെയ്തത്, വേറെ ഒന്നും ചെയ്തില്ല. അതായത് பேர்ட்ஸ் ஆர் சிங்கிங், ஃப்ளவர்ஸ் ஆர் ப்ளூமிங், பியூட்டிஃபுல்லாக இருக்குது, அது மேட்ரு. அங்கே ஒரு கண்ணுக்குட்டி நிற்கிது, மேலே மோகன் சார் இருக்காங்க, அவ்வளோதான் விஷயம். ഇവരെല്ലാരെയും നോക്കണം, സൈറ്റ് അടിക്കണം, അവരെ സൈറ്റ് അടിക്കണം, ഇതെല്ലാം നോക്കണം. അതോടെ പാട്ട് ഒരു പാട്ട് തീർന്നു. പക്ഷെ പാട്ട് നല്ലായിരുന്നു. ഈ കാബൂളിവാലയൊക്കെ എത്തിയപ്പോഴത്തേക്കും മാമിന് മലയാളം മനസ്സിലായി തുടങ്ങിയോ? കുറച്ച് നോട്ട് മച്ച്. ഓ മാൻ. ബിക്കോസ് ഈവൻ സിദ്ദിഖ് ലാൽ were very good teachers actually. So they used to teach me how to act. Actually what was there was a director's artist, Dhanam, Keli, Uncle Bun, Priyapata Kuku. Director പറഞ്ഞത് ഞാൻ ചെയ്യും. ഈ ഷോട്ട് ഇങ്ങനെ ചെയ്യണം, ആ ഷോട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്ത് അങ്ങനെ. ഇപ്പോൾ ഇവർ വെച്ചാൽ നീ ചിന്തിച്ച് ചെയ്യണമെന്ന് പറയും സിദ്ദിഖ് ലാൽ സർ. സിദ്ദിഖ് ലാൽ സർ ഇപ്പോൾ ഇങ്ങനെ ഒരു വന്നിട്ടൊരു സിറ്റുവേഷൻ, നീ എന്ത് ചെയ്യും സർ? എന്ത് ചെയ്യണം, എന്ത് ചെയ്യും, നീ എന്ത് ചെയ്യും? ഇപ്പോഴേ ഒരു സിറ്റുവേഷൻ ഉനക്ക് വന്ന നീ എന്ത് ചെയ്യും? ഞാൻ ഇപ്പോഴും ചെയ്യും, അவ்வளோதான், ഗോ ഡു ഇറ്റ്. സോ അങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് my development they made you do that. They made me do and made me develop my thinking about acting. Till then I was dumb one. Director പറഞ്ഞ അത് മോളത്തെ ഒരു ഡെവലപ്മെന്റ് ഒന്നുമില്ല. From കാബൂളിവാല that started. ഇന്നിപ്പോ നമ്മൾ തമിഴ്നാടിന്റെ കാര്യം പറയുമ്പോഴേ വി ടോക്ക് അബൌട്ട് നയൻതാര, ദ ലേഡി സൂപ്പർ സ്റ്റാർ. അന്ന് മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് നയൻതാരയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാം ആണ്, അത് അല്ലേ? അത് അന്നപ്പോ അത് എന്താ, വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ? വാസ് ഷി എ ഫ്രണ്ട് ഓഫ് യോഴ്സ്? ഞങ്ങൾ അമ്മ അസോസിയേഷൻ ഫംഗ്ഷനിലാണ് കണ്ടത്. സോ ഷീ ഓൾസോ സീൻ കാബൂളിവാല. സോ ഷീ സെഡ്, ചേച്ചി ഐ ലൈക്ക് യുവർ കാബൂളിവാല and all. We exchanged numbers with each other. So then she said, like, I just did one film in Malayalam with Mohanlal sir, but actually the movie didn't do well. So I'm not getting much of offers, but I'm interested in coming to Tamil. That was her luck, അവരുടെ ലക്ക. ഞാൻ എൻ്റെ അച്ഛനമ്മ ചെന്നൈയിലായിരുന്നു, ഞാൻ കൊച്ചിനിലെ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനമ്മയെ കാണാൻ പോയ സ്ഥിതിക്ക് SS മ്യൂസിക് എന്ന ചാനൽ എന്നെ ഇൻ്റർവ്യൂ പറയാൻ വിളിച്ചു. അപ്പോൾ അവിടെ പോകുമ്പോൾ ആ ചാനൽ PRO പറഞ്ഞു, എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ഈ ഇത് വന്ന് അടയ്ക്കാൻ പോകുന്നുണ്ട്, സാലറി കിട്ടുന്നില്ല, പുതിയ നായിക ആരെങ്കിലും ഉണ്ടെങ്കിൽ തമിഴിലേക്ക് ഞാൻ കൊണ്ടുവരാം, ഇഫ് യു ക്യാൻ ഗിവ് സം ഫോൺ നമ്പർ ഇറ്റ് വിൽ ബി നൈസ്. സോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നയൻതാര. അപ്പോൾ നാൻസി എന്നാണ് ഞാൻ വിളിക്കും. അപ്പോൾ സിനിമ പേര് നാൻസിയാണ്, സിനിമ പേര് വേറെ ഏതോ, യു ചെക്ക് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇമ്മീഡിയറ്റ്ലി അവളെ ഗജനിയിലേക്ക് കൊണ്ടുവന്നു, പിന്നെ ശരത് കുമാർ മൂവിയിലേക്ക് കൊണ്ടുചെന്നു, പിന്നെ ഷി കെയിം ഫോർ രജനി സേഴ്സ് മൂവി ആൻഡ് went on. That's it. ഇപ്പോ are you guys connected? സംസാരിക്കാറുണ്ടോ? ഈ ആള് പറഞ്ഞിട്ടില്ലല്ലോ ഞാനാണ് നമ്പർ കൊടുത്തത്. ഇപ്പോൾ എൻ്റെ ഇന്റർവ്യൂസ് കണ്ടിട്ടാണ് അവർക്ക് അറിയാം ഈ അജിത്ത് എന്ന വ്യക്തിക്ക് ചാരുളവാണ് നമ്പർ കൊടുത്തത്. ഓ, ആ പറഞ്ഞിട്ടില്ല, പുള്ളിക്കാരിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു ആണോ? ഓ, so like she was not aware, but she's a very sweet girl, very soft and sweet girl actually. Okay, coming back to Raghuram, ഈ മാസം റിലീസ് ചെയ്യാണ്.
റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കൂടാണ്ട് എന്തെങ്കിലുമൊക്കെ കാണാനിരിക്കുന്ന ഓഡിയൻസിനോട് പറയാനുണ്ടെങ്കിൽ നായകന് പറയാം. മലയാളത്തിൽ പറയാൻ ശ്രമിച്ചു. മലയാളത്തിലെ പേസിട്ട് മലയാളത്തിലെ பேசுங்க. இவங்க இந்த மலையாளம் நான் பேசுவேன். അല്ല അത് തമിഴുங்க. இந்த தமிழ் நான் பேசுவேன். அது மாதிரி நான் மலையாளம் பேசுவேன். ഓക്കേ ടീക്ക്. നിങ്ങൾ പേസൊക്കെ എല്ലാ പ്രേക്ഷകരും അത് വരില്ല, എല്ലാവരും പറഞ്ഞു. കൺഫ്യൂസ് ആക്കല്ലേ, പറയട്ടെ പാവം. நானே പറഞ്ഞു. എല്ലാവരും തിയേറ്റർ വന്ന് പ്രോഗ്രാം കാണണം. பாவம் இங்கே மாட்டிட்டு நான் பற்ற அவஸ்தை. എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും இல்லை தமிழே பேசுறது, ஏன்னா இதில் ரொம்ப கன்ஃபியூஸ் ஆகுது எனக்கு. ஓகே தமிழ்ல பேசுங்க. இல்லை ஏன்னா எல்லா மலையாள பீப்புளுக்கும் தமிழ் தெரியும், தமிழ் பீப்புளுக்கும் மலையாளம் தெரியும், அதனால் நான் தமிழே பேசுது. உண்மையாகவே இந்த படம் வந்து கம்ப்ளீட் ஆக்ஷன் த்ரில்லர் ஃபுல் அண்ட் ஃபுல் இது. இப்போ வந்து மலையாள சித்திரம் நிறையா நான் கண்டுட்டு வருது, அதில் இந்த படம் டிஃப்ரெண்ட் ஆகிட்டு வரும். ஸோ அதான் லைக் வந்து கேஜிஎஃப் மாதிரி இப்படம் வரும். ஸோ இது ஒரு ட்ராமா, அந்த மாதிரி ரொமான்டிக் ட்ராமா அந்த மாதிரி இல்லாமல் இப்படம் வந்து ஃபுல் அண்ட் ஃபுல் ஆக்ஷன் பேக்கடாக இருக்கும். ஒரு நம்ம ஒரு இங்கிலீஷ் படம் பார்க்கும்போது ஃபைட் மூவி பார்க்கலாம், அந்த மாதிரி ஒரு ஃபிலிம் ஆக்ஷன் வித் சென்டிமெண்ட்ஸு வித் த்ரில்லரோடு இருக்கும். அதனால் தேட்டர் இது வந்து கண்டிப்பாக தேட்டர் மூவி, ஓடிடி மூவி அல்ல. நீங்கள் தேட்டரில் வந்து தேட்டரில் காணும்போது இதோட ஃபுல் எக்ஸ்பீரியன்ஸ் உங்களுக்கு கிடைக்கும். ஏன்னா அவ்வளோ ஆக்ஷன்ஸ் இருக்கும் பார்க்குறதுக்கு. ஆக்ஷன்ஸ் மீன்ஸ் ரொம்ப வல்காரிட்டி இருக்காது, ரொம்ப அவ்வளோ வல்காரிட்டி இருக்காது. കാണാൻ പറ്റാത്ത പോലെ ആക്ഷൻ, காணாம பட்டது போல் ஆக்ஷன் உண்டு இல்லை. ஸோ அந்த மாதிரி ஆக்ஷன் உண்டு. ஸோ எல்லாம் தேட்டர் வந்து ஃபேமிலியோடு பார்க்குற ஒரு ஆக்ஷன் மூவி இது. ஸோ நீங்கள் வந்து தேட்டரில் பார்த்தோன்னா கண்டிப்பாக இப்படம் உங்களை ஏமாத்தாது. ஸோ ஒரு நாயகனா நான் கண்டிப்பாக இந்த படத்தை நான் சொல்கிறேன். நீங்கள் கண்டிப்பாக பார்க்கும்போது அப்போ நான் சொன்ன இந்த நாயகன் சொல்கிறது கள்ளம் பறையிலான்னு அப்போது ஆடியன்ஸுக்கு புரியும். ஸோ நீங்கள் எல்லாமே தேட்டருக்கு வந்து பாருங்கள். உங்கள் சப்போர்ட்ஸ் நான் தமிழில் இருந்து இங்கே வந்திருக்கு, அதில் உங்கள் சப்போர்ட்ஸ் எனக்கு வேணும். தொடர்ந்து நான் மலையாள படம் பண்ணணும், அதனால் எல்லாம் வந்து பாருங்கள், சப்போர்ட் பண்ணுங்கள். ஸோ தேட்டரில் வந்து பார்த்தீங்கன்னா அந்த எக்ஸ்பீரியன்ஸ் டெஃபினட்டாக உங்களை வேறு மாதிரி இருக்கும். அப்போ தேங்க்யூ ஸோ மச் அண்ட் ஆல் த பெஸ்ட். ஃபிலிம் நന്നായി. தேங்க்யூ ரொம்ப நல்லாவே இருக்கு.